ഇടുക്കി എഴുകുംവയലിൽ അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തിയ സംഭവത്തിൽ മകന്റെ വിചിത്ര മൊഴി ദൈവസന്നിധിയിലേക്ക് അയക്കാൻ വെളിപാടുണ്ടായെന്നും ഇതേ തുടർന്നാണ് മാതാപിതാക്കളെ കൊലപ്പെടുത്തിയതെന്നുമാണ് മകൻ അജീഷ് മൊഴി നൽകിയത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പാറത്തറയിൽ ആന്റണിയെയും ഭാര്യ വത്സമ്മയെയും അജീഷ് കുത്തി കൊലപ്പെടുത്തിയത്. ഇന്നലെ രാത്രി 9:30 നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. ആന്റണിയെയും ഭാര്യ വത്സമ്മയെയും മകൻ അജീഷ് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. വത്സമ്മയുടെ കഴുത്തിലും ആന്റണിയുടെ നെഞ്ചിലും വയറ്റിലും മാരകമായി കുത്തി പരിക്കേൽപ്പിച്ചു. തുടർന്ന് ചിത്രങ്ങൾ പകർത്തി വിദേശത്തുള്ള സുഹൃത്തായ വൈദികനായി അയച്ചു നൽകുകയായിരുന്നു. ഇയാൾ വിവരമറിയിച്ചതിനെ തുടർന്ന് ആളുകൾ വീട്ടിലെത്തി. ഇവിടെ നേരത്തെ ഇരുന്ന കൊച്ചച്ഛൻ, അദ്ദേഹം ഇപ്പം പാരീസിലാണ്. ആ കൊച്ചച്ഛനും ഈ പ്രതിയുമായി നേരത്തെ ഇവിടെ ഇടവകയിൽ ഇരുന്നപ്പോൾ ഒരു പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അച്ഛന് ഈ അപ്പൻ്റെയും അമ്മയുടെയും ഈ സംഭവം നടന്നതിന് ശേഷമുള്ള ഫോട്ടോ അയച്ചു കൊടുത്തു. അച്ഛനത് പെട്ടെന്ന് സംശയം തോന്നി. പെട്ടെന്ന് ഇവിടുത്തെ വികാരി അച്ഛന് അത് ഫോട്ടോ കൈമാറി. അതിലവൻ പറഞ്ഞത് അപ്പനെയും അമ്മയും ദൈവം വിളിച്ചു, അങ്ങോട്ട് ഞാൻ പറഞ്ഞു വിട്ടു. ആ ബെല്യമ്മയെ പറഞ്ഞു വിടണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് ബെല്യമ്മയെ പറഞ്ഞു വിട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. അവൻ നോർമലല്ല. കൊലപാതകം നടന്ന സമയം ആന്റണിയുടെ രോഗിയായ മാതാവും വീട്ടിലുണ്ടായിരുന്നു. ഇവരെ ദൈവസന്നിധിയിലേക്ക് അയക്കാൻ പറഞ്ഞില്ലെന്നാണ് അജീഷിന്റെ മൊഴി. ലഹരിക്കടിമയായ അജീഷിനെ ഏതാനും നാളുകൾക്ക് മുമ്പ് ഡി അഡിക്ഷൻ സെന്ററിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. ഇതിന്റെ വൈരാഗ്യം മാതാപിതാക്കളോടുണ്ടായിരുന്നു എന്നാണ് സൂചന. ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം വീട്ടിൽ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിലെ പ്രതിയെ ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചിട്ടുള്ള കാരണം വ്യക്തമാകൂ. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അജീഷിനെ വീട്ടിലെത്തിച്ച് പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ച് കോടതിയിൽ ഹാജരാക്കി. അടുത്ത ദിവസം പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ജനം, ഇടുക്കി.